നമസ്കാരം. എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം. ദീപം 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 സന്ധ്യാദീപം. നാളെ ധനുമാസത്തിലെ തിരുവാതിരയാണ്. തിരുവാതിര തലേന്നായ ഇന്ന് മകയിരം മുതൽ വിവാഹിതകളും കന്യകമാരും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം ലഭിക്കാനായി വ്രതാനുഷ്ഠാനങ്ങളിലായിരിക്കും. വിവിധ അനുഷ്ഠാനങ്ങളോടെയാണ് തിരുവാതിര വ്രതം ആഘോഷിക്കുന്നത്. ഉമാമഹേശ്വര പ്രീതിക്കാണ് സ്ത്രീകൾ ആർദ്രാവ്രതം നോക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര ശ്രീ പരമേശ്വരൻ്റെ പിറന്നാളാണെന്നാണ് ഹൈന്ദവരുടെ വിശ്വാസം. ശിവപാർവതി വിവാഹം നടന്ന ദിവസം എന്ന വിശ്വാസത്തിലും തിരുവാതിര ആഘോഷിക്കുന്നു. കാലം മാറിയെങ്കിലും വിശ്വാസത്തനിമയോടെ തിരുവാതിര നോമ്പും ആഘോഷവും ആചരിക്കുന്നവർ ധാരാളമുണ്ട്. തുടിച്ചു കുളിയും പാതിരാപ്പൂവ് ചൂടലും ഇന്നത്തെ കാലത്ത് പലർക്കും അസാധ്യമാണെങ്കിലും ആചാരപ്പെരുമ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുന്നവരുമുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ തിരുവാതിര ചടങ്ങുകൾ മുടക്കമില്ലാതെ നടത്താറുണ്ട്. ഇന്നത്തെ വിശിഷ്ട ചടങ്ങാണ് എട്ടങ്ങാടി നിവേദ്യം. കന്യകമാരും കുടുംബിനികളും മഹേശ്വര സങ്കല്പത്തിൽ എട്ടങ്ങാടി നിവേദ്യം നടത്തും. തിരുവാതിര വ്രതം ഭർത്താവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയാണെങ്കിൽ മകയിര വ്രതം മക്കളുടെ ശ്രേയസ്സിനു വേണ്ടിയാണെന്നാണ് സങ്കല്പം. തുടർന്ന് ഗുരുവചനം കേൾക്കാം. ശാന്തതയിൽ നിന്നും പരിശുദ്ധിയിൽ നിന്നുമാണ് ശക്തമായ വാക്കുകളുടെ ഉത്ഭവം. സ്വാമി വിവേകാനന്ദൻ. അവസാനമായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി അവിടുത്തെ ഐതിഹ്യങ്ങളും പ്രതിഷ്ഠാവിശേഷങ്ങളും അറിഞ്ഞ് ആരതി തൊഴുതു മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീകൃഷ്ണനും ഗണപതിയും ഒന്നിച്ചു വാഴുന്നുവെന്ന് പ്രശസ്തിയാർജിക്കപ്പെട്ട ഒരു അപൂർവ ക്ഷേത്രം കൂടിയാണ് മള്ളിയൂർ ശ്രീ മഹാഗണപതി ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഗണേശ വൈഷ്ണവ ചൈതന്യം ശ്രേഷ്ഠമായ വൈദിക കർമ്മങ്ങൾ കൊണ്ടും മഹാഭാഗവതനായ ഭാഗവതഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ ഉപാസനയാലും പരിപൂർണത കൈവരിച്ച് ഭക്തർക്ക് സർവാഭീഷ്ടപ്രദമായിരിക്കുകയാണ്. പ്രസിദ്ധമായ മള്ളിയൂർ മനയോട് ചേർന്നാണ്
ഈ മഹാക്ഷേത്രം കുടികൊള്ളുന്നത്. ഉത്തരദേശത്തെ ഒരു തീർത്ഥഭൂമിയിൽ നിന്നും പ്രപഞ്ചത്തിന്റെ മൂലാധാരവും പ്രണവസ്വരൂപനുമായ ഗണപതി ഭഗവാനുമായി മള്ളിയൂർ മനക്കാർ മാഞ്ഞൂർ ദേശത്തേക്ക് എത്തിയതായാണ് ഐതിഹ്യം. പഴയ കാലത്ത് ഈ പ്രദേശത്ത് മള്ളിയൂർ മന കൂടാതെ ആര്യപ്പള്ളി, വടക്കേടം എന്നിങ്ങനെ രണ്ടില്ലങ്ങൾ കൂടി നിലനിന്നിരുന്നു. പരദേശത്തു നിന്നും എത്തിയ മള്ളിയൂരുകാരുടെ ക്ഷിപ്രപ്രസാദിയായ ഗണേശനെ ഇരുവരുടെയും സഹകരണത്തോടെയാണ് ഇവിടെ പ്രതിഷ്ഠിച്ച് ആരാധിച്ചു പോന്നത്. അതോടുകൂടി വിനായകൻ മള്ളിയൂർ മനക്കാരുടെ പരദേവനായി. മള്ളിയൂർ ഗണേശന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഐതിഹ്യം ഇപ്രകാരമത്രേ. ചെന്താമരപ്പൂവിന്റെ മനോഹാരിതയും തുളസിയുടെ വിശുദ്ധിയും കറുകയുടെ മന്ത്രശക്തിയും നിറഞ്ഞു നിൽക്കുന്ന ഈ അമ്പലക്കെട്ടിലാണ് മള്ളിയൂർ വിനായകൻ കുടികൊള്ളുന്നത്. പെരുമാക്കന്മാരുടെ രേഖകളിൽ മള്ളിയൂർ വിനായകനെക്കുറിച്ചുള്ള പെരുമകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലംപെരു തുമ്പിക്കയോടുകൂടിയ ബീജഗണപതിയാണ് മള്ളിയൂരിലെ പ്രതിഷ്ഠ. ഇപ്രകാരം തന്നെയാണ് ഇവിടുത്തെ ധ്യാനവും. സർവമംഗളകാരിയും ഗണനായകനുമായ വിഘ്നേശ്വരനെ കൃഷ്ണ സാന്നിധ്യം സംയോജിപ്പിക്കുന്ന ഒരു ഭാവമാണ് ഇപ്പോൾ ഇവിടെ ആരാധിച്ചു പോരുന്നത്. കാർക്കുഴൽക്കെട്ടിൽ കുഞ്ഞു കിരീടം വെച്ച് പീലിത്തിരുമുടി ചൂടി കയ്യിൽ കൊച്ചോടക്കുഴലുമായി ഗണപതി ഭഗവാന്റെ മടിയിലിരുന്ന് കളിക്കുന്ന കണ്ണന്റെ ഒരു അപൂർവ സങ്കല്പമാണ് മള്ളിയൂർ വിനായകനിൽ അടങ്ങിയിരിക്കുന്നത്. മള്ളിയൂർ വിനായക ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ കാണുന്ന ഈ കൃഷ്ണ ചൈതന്യം തൻ്റെ നിരന്തരമായ ഉപാസനയിലൂടെ മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരി ഉണ്ടാക്കിയെടുത്തു എന്നാണ് വിശ്വാസം. അദ്ദേഹം നിത്യവും ഗണപതി ഭഗവാന്റെ പീഠത്തിൽ സാളഗ്രാമം വെച്ച് പൂജിക്കുമായിരുന്നു അത്രേ. ഭഗവാൻ നാരായണനെ സ്തുതിച്ചും ഭഗവത് കഥകൾ നിരന്തരം പാരായണം ചെയ്തുമാണ് അദ്ദേഹം വിഘ്നേശ്വരനെ പൂജിച്ചിരുന്നത്. മള്ളിയൂരിൻ്റെ ഭാഗവത പാരായണം ശ്രവിച്ചാകണം ഗണപതി ഭഗവാനെ കൃഷ്ണഭാവം കുടിയേറിയത് എന്ന് വിശ്വസിച്ചു പോരുന്നു. കരിങ്കല്ലിൽ തീർത്ത ചെറിയ ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായാണ് മള്ളിയൂരിൽ വിനായകൻ കുടികൊള്ളുന്നത്. കൃഷ്ണശിലയിൽ തീർത്തതാണ് ഇവിടുത്തെ ഗണേശ വിഗ്രഹം. ദുർഗാദേവിക്കും ഇവിടെ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ടു വരുന്നു. കാളൻ, മഹാകാളൻ, യക്ഷി എന്നീ ദേവതമാർക്കും ഇവിടെ സ്ഥാനമുണ്ട്. പ്രസിദ്ധമായ മനേത്താറ്റ് കുടുംബക്കാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ താന്ത്രിക കർമ്മങ്ങൾ നിർവഹിച്ചു പോരുന്നത്. ദിവസേന 3 പൂജയാണ് ക്ഷേത്രത്തിൽ നടന്നു വരുന്നത്. വിഗ്രഹത്തിൻ്റെ പ്രത്യേകതകൾ പോലെ തന്നെ മള്ളിയൂർ ക്ഷേത്രത്തിലെ വഴിപാടുകൾക്കും പലതരത്തിലുള്ള സവിശേഷതകളുണ്ട്. ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി ഭക്തർ നടത്തിവരുന്ന മുക്കുറ്റി പുഷ്പാഞ്ജലിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാടുകളിലൊന്ന്. 108 മുക്കുറ്റി വാടാതെ വേരോടും പൂവോടും കൂടിയെടുത്ത് ത്രിമധുരത്തിൽ മുക്കി 108 തവണ ഉരുവിടുന്ന പുഷ്പാഞ്ജലി ഇവിടുത്തെ വിനായകന് ഏറെ പ്രിയങ്കരമത്രേ. മള്ളിയൂർ വിനായകന് മുന്നിൽ മാത്രം നടത്തപ്പെടുന്ന ഒരു വഴിപാട് കൂടിയാണ് മുക്കുറ്റി പുഷ്പാഞ്ജലി. പലവിധ രോഗങ്ങളിൽ പെട്ടുഴലുന്ന ഭക്തർ രോഗവിമുക്തിക്കായി നടത്തുന്ന ഒരു വഴിപാടത്രേ തടി വഴിപാട്. അരിപ്പൊടിയും ശർക്കരയും തേങ്ങയും കൂട്ടിക്കലർത്തി ആവിയിൽ വെച്ച് ചുട്ടെടുക്കുന്ന അടയാണ് തടി വഴിപാട് നേരുന്നവർക്ക് നൽകി വരുന്നത്. 1000 കുടം ധാരയാണ് മള്ളിയൂർ ക്ഷേത്രത്തിലെ മറ്റൊരു പ്രധാന വഴിപാട്. സാധാരണയായി ശിവക്ഷേത്രങ്ങളിൽ മാത്രം നടത്തിവരുന്ന ധാര ഇവിടുത്തെ പ്രധാന വഴിപാടായി മാറിയതിനു പിന്നിൽ ക്ഷേത്ര പുനരുദ്ധാരണവുമായി ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്.
ഒരു കാലത്ത് ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സ്തംഭനം വരികയും ആ അവസരത്തിൽ മള്ളിയൂർ തിരുമേനി ഗണപതി ഭഗവാന് 1000 കുടം ധാര നേരുകയുമുണ്ടായി. ധാര കഴിഞ്ഞതും സന്നിധി കെട്ടാൻ ആളെത്തി എന്നാണ് കഥ. സർവ്വവിഘ്നങ്ങൾക്കും പരിഹാരമാണ് 1000 കുടം ധാര. വിവാഹ തടസ്സങ്ങൾ നീങ്ങാനും മംഗല്യപ്രാപ്തിക്കും ഉത്തമമായ ഒരു നേർച്ചയത്രേ പഴമാല വഴിപാട്. ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലാണ് ഇവിടെ പഴമാല വഴിപാട് നടത്തിവരുന്നത്. സന്താന ലബ്ധിക്കായി വ്യാഴാഴ്ച തോറും നടത്തിവരുന്ന പാൽപായസ വഴിപാട് മള്ളിയൂർ ക്ഷേത്രത്തിൽ വളരെ പ്രധാനമത്രേ. ഗണപതിയിൽ അടങ്ങിയിരിക്കുന്ന വിഷ്ണു ഭഗവാനെ ഉപാസിക്കുന്ന ഒരു നേർച്ചയാണ് ഇത്. അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഇവിടുത്തെ മറ്റു പ്രധാന വഴിപാടിൽ ഉൾപ്പെടുന്നു. വ്യക്തിക്കും കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങൾക്കും ശ്രേയസിനും നിദാനമത്രേ ഈ വഴിപാട്. വെളുത്തപക്ഷത്തിലെ ചതുർത്ഥിക്ക് 12 ഇടങ്ങഴി ഉണക്കലരി നിവേദ്യം വെച്ച് ഭഗവാന് സമർപ്പിച്ച് 4 കൂട്ടം കറികളോടുകൂടി സജ്ജനങ്ങൾക്ക് വിധിയാംവെണ്ണം വിളമ്പി ഊട്ടുന്ന ചടങ്ങത്രേ മള്ളിയൂർ ചതുർത്ഥിയൂട്ട്. പിതൃസദ്ഗതിക്കും പിതൃദോഷ പരിഹാരത്തിനും ഉത്തമമായ ഈ വഴിപാട് ദുരിതകരവും സർവാഭീഷ്ടപ്രദവുമാണ്. പ്രധാന വഴിപാടുകൾ കൂടാതെ ചന്ദനാദി ലേപം കൊണ്ട് ബിംബത്തിൽ മൂർത്തിയെ അലങ്കരിക്കുന്ന മുഴുക്കാപ്പ് ഇവിടെ നടത്തപ്പെടുന്ന ഒരു വഴിപാടത്രേ. ചിങ്ങമാസത്തിലെ വിനായക ചതുർത്ഥിയാണ് മള്ളിയൂർ ക്ഷേത്രത്തിലെ പ്രധാന വിശേഷത. ഈ ദിനത്തിൽ വൈദിക വിധി അനുസരിച്ച് 1008 നാളികേരവും അതിനനുസൃതമായ ഹോമദ്രവ്യങ്ങളും കൊണ്ട് ക്ഷേത്രാങ്കണത്തിൽ മഹാഗണപതി ഹോമം നടത്തപ്പെടുന്നു. ഇതിനോട് അനുബന്ധമായി ഗജപൂജ, ആനയൂട്ട്, ഭഗവാന് സഹസ്രകലശം, ഭക്തർക്ക് പ്രസാദമൂട്ട് എന്നീ ശ്രേഷ്ഠകർമ്മങ്ങളും നടത്തിവരുന്നു. വൃശ്ചികം 1 മുതൽ 60 ദിവസം തുടർച്ചയായി ദേവസന്നിധിയിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ പ്രസിദ്ധ കലാകാരന്മാരാൽ നടത്തപ്പെടുന്ന സംഗീതാരാധനയത്രേ മള്ളിയൂർ ഗണേശ സംഗീതോത്സവം. സംഗീതാരാധന കൊണ്ട് മള്ളിയൂർ വിനായകനെ പൂജിച്ചാൽ സൽകീർത്തിയും സൗഭാഗ്യവും രോഗശാന്തിയും സർവോപരി അഭീഷ്ടസിദ്ധിയും ലഭിക്കും എന്നാണ് വിശ്വാസം. ക്ഷേത്രത്തിൽ നടത്തിവരുന്ന അഷ്ടമംഗല്യ പ്രശ്നപ്രകാരം ചിരപുരാതനമായ ഈ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും അതിന്റെ ഭാഗമായി മഹാവിഷ്ണു, ശിവൻ, ഭദ്രകാളി എന്നീ ദേവതകൾക്ക് പ്രത്യേകം ശ്രീകോവിലുകൾ പണിത് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. മേടമാസത്തിലെ വിഷുവിൻ നാൾ ആറാട്ടോടുകൂടി സമാപിക്കും വിധം 8 ദിവസത്തെ തിരുവുത്സവമാണ് മള്ളിയൂർ ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. തിരുവുത്സവത്തോടനുബന്ധിച്ച് 6 ദിവസങ്ങളിൽ ഉത്സവബലിയും നിത്യേന ശ്രീഭൂതബലിയും വഴിപാടായി നടത്തിവരുന്നു. തന്നെ വന്നുകണ്ട് തൊഴുതു മടങ്ങുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് മള്ളിയൂർ ദേശത്തിന്റെ ആകെ സംരക്ഷകനായി വിളങ്ങുകയാണ് ശ്രീ വിനായകൻ.